നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറില്ലേ? പക്ഷേ ആ മാറ്റം എവിടെ നിന്ന് തുടങ്ങണം? അതിനുള്ള വഴിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി സ്ഥാപിച്ച അഖണ്ഡ ജ്യോതിയുടെ 2020 മെയ് മാസത്തിലെ ലക്കത്തിൽ നിന്നുള്ള ആഴമേറിയ ജ്ഞാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. നമ്മളിലൊരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെയൊരു നല്ല ലോകം തന്നെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നോ? അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്ന് തുടങ്ങി സമൂഹത്തിൽ നമുക്കുള്ള പങ്കിനെക്കുറിച്ച് മനസ്സിലാക്കി അവസാനം ആധുനിക ശാസ്ത്രവും പുരാതനമായ ആത്മീയതയും എങ്ങനെ കൈകോർത്തു പോകുന്നു എന്ന് നമ്മൾ കാണും. ഓരോ ഘട്ടവും നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആദ്യം തന്നെ അഖണ്ഡ ജ്യോതി എന്നത് ശരിക്കും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു വെറും മാസികയല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോകവ്യാപകമായ പ്രസ്ഥാനത്തിന്റെ ശബ്ദമാണ്. ധാർമ്മികവും ആത്മീയവുമായൊരു ഉണർവിലൂടെ നല്ലൊരു സമൂഹത്തെ, ഒരു പുതിയ യുഗത്തെ തന്നെ പുനർനിർമ്മിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലെ പഠിപ്പിക്കലുകളുടെയെല്ലാം കാതൽ, ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: യഥാർത്ഥ മാറ്റം സംഭവിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ പുറമെ എന്തു നേടുന്നു, എന്ത് കാണിക്കുന്നു എന്നതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ ഉള്ളിൽ എന്തു മാറ്റം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ യാത്ര നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നടത്തുന്ന യാത്രയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആന്തരിക യാത്ര നമുക്കെങ്ങനെ തുടങ്ങാൻ പറ്റും? എവിടെ നിന്നാണ് ഈ മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത്? അതിനൊരു വഴിയുണ്ട്, വളരെ വ്യക്തമായ ഒരു വഴി. ഈ പഠനങ്ങൾ നമ്മളെ ആ പാതയിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. എല്ലാത്തിൻ്റെയും തുടക്കം നമ്മുടെ മനസ്സിൽ നിന്നാണ്. അഖണ്ഡ ജ്യോതി ഊന്നിപ്പറയുന്ന കാര്യവും അതുതന്നെ. നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. നല്ല ചിന്തകളാകുന്ന വിത്തുകൾ പാകിയാൽ അവിടെ നല്ല പൂക്കളും കായ്കളുമുണ്ടാവും. അല്ലെങ്കിൽ അത് കാട് കയറിപ്പോകും. അതായത് നമ്മുടെ ഉള്ളിലെ ലോകമാണ് നമ്മുടെ പുറത്തുള്ള ലോകത്തെ രൂപപ്പെടുത്തുന്നത്. വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കുക എന്ന വലിയൊരു ആശയത്തെ വളരെ ലളിതമായ, നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 4 സ്റ്റെപ്പുകളായി ഇവിടെ മാറ്റിയിരിക്കുകയാണ്. ഒന്നാമതായി, ഒരു സാക്ഷിയെപ്പോലെ നമ്മുടെ ചിന്തകളെ മാറി നിന്ന് നോക്കിക്കാണുക. രണ്ടാമതായി, അതിൽ നിന്ന് നല്ല ചിന്തകളെ ബോധപൂർവം തെരഞ്ഞെടുക്കുക. മൂന്നാമതായി, ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിന്റെ ശക്തിയെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ 4ാമത്തെ ഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകൾ തനിയെ ഉണർന്നുവരും. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ സമാധാനവും ശക്തിയും കെട്ടിപ്പടുക്കാനുള്ള ചില വഴികൾ. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ ഈ കാര്യങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കും. സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കുക, നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക, നല്ല വികാരങ്ങൾ വളർത്തിയെടുക്കുക. ഇതിലൂടെയൊക്കെ പുറത്തുള്ള സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നമുക്ക് നമ്മുടെ ഉള്ളിലെ സമാധാനം കണ്ടെത്താൻ കഴിയും. പക്ഷേ ഈ യാത്ര നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കേട്ടോ. നമ്മൾ നേടുന്ന ഈ ആന്തരിക മാറ്റം ഒരു മെഴുകുതിരി പോലെയാണ്. അത് സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം ചുറ്റുമുള്ളവർക്കും വെളിച്ചം കൊടുക്കും. ആ വെളിച്ചം നമ്മുടെ കുടുംബത്തിലേക്കും പിന്നെ സമൂഹത്തിലേക്കും, അങ്ങനെ ലോകം മുഴുവനും എങ്ങനെയാണ് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ അഖണ്ഡജ്യോതി വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. നമ്മുടെ ജീവിതം എനിക്കെന്ത് കിട്ടും എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണോ, അതോ ഞാൻ മറ്റുള്ളവർക്ക് എന്തു നൽകും എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണോ? ആദ്യത്തേത് നമ്മളെ ഒറ്റപ്പെടുത്തും, എന്നാൽ രണ്ടാമത്തെ വഴി നമ്മളെ എല്ലാവരുമായി ഒന്നിപ്പിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ദിശ തീരുമാനിക്കുന്നത് ഈയൊരു തെരഞ്ഞെടുപ്പാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: വ്യക്തിപരമായ ആത്മീയ വളർച്ചയാണ് യഥാർത്ഥത്തിൽ സാമൂഹിക മാറ്റത്തിനുള്ള ഇന്ധനം. നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ സ്നേഹം, ഓരോ മനുഷ്യനെയും ബഹുമാനിക്കാനുള്ള നമ്മുടെ മനസ്സ്, ഇതെല്ലാമാണ് ഒരു പുതിയ യുഗത്തെ, ഒരു നല്ല സമൂഹത്തെ ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ശാസ്ത്രവും ആത്മീയതയും 2 ധ്രുവങ്ങളിലാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പുരാതനമായ ആത്മീയജ്ഞാനവും ആധുനിക ശാസ്ത്രവും എങ്ങനെയാണ് കൈകോർത്തു പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ അർത്ഥം നമ്മൾ ശാസ്ത്രം അല്ലെങ്കിൽ മതം ഇതിലേതെങ്കിലുമൊന്ന് തിരഞ്ഞെടുക്കണമെന്നല്ല. മറിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടുതൽ പൂർണ്ണമായൊരു ധാരണ കിട്ടാൻ വേണ്ടി ഇവ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ഒക്കെ ഫലങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാൻ കഴിയുമോ? നമ്മുടെ ബോധത്തിന് ഭൗതിക ലോകത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ? ഇത്തരം ചോദ്യങ്ങളെ തുറന്ന മനസ്സോടെ സമീപിക്കുന്നതിനെയാണ് ശാസ്ത്രീയ ആത്മീയത എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം അതെ എന്നാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിന്റെ അർത്ഥം എത്ര വലുതാണെന്ന്. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് അത് നമ്മളോട് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം തന്നെയാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. അപ്പോൾ നമ്മൾ വ്യക്തിയിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലൂടെ കടന്നുപോയി ശാസ്ത്രവും ആത്മീയതയും ചേരുന്നിടം വരെ എത്തി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന്
നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും കൂടെ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതൊന്ന് ചുരുക്കി നോക്കാം. ഇതാണ് 2020 മെയ് മാസത്തിലെ അഖണ്ഡജ്യോതിയുടെ ആകെ തുക. ഇത് 4 വെവ്വേറെ ആശയങ്ങളല്ല, മറിച്ച് ഒരേ ആശയത്തിന്റെ 4 ഭാഗങ്ങളാണ്. ഉള്ളിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് വളരുന്ന അർത്ഥപൂർണമായൊരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സമ്പൂർണ്ണ വഴികാട്ടിയാണിത്. അപ്പോൾ ഈ അറിവുകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വയം ചോദിക്കാനുള്ള ഒരു ചോദ്യമിതാണ്: എന്റെ ഉള്ളിലൊരു നല്ല മാറ്റം കൊണ്ടുവരാൻ ഇന്ന് എനിക്ക് എന്തൊരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അതൊരു നല്ല ചിന്ത മാത്രമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്യുന്ന ഒരു ചെറിയ സഹായമാകാം. കാരണം ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും വലിയ യാത്രകൾ പോലും തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലെ ആ ഒരൊറ്റ